ഹായ് ഹലോ. ഇന്ന് ജാസിനെ പറ്റിയിട്ട് തന്നെ ഒരു 4 വാക്ക് പറയാറുണ്ടാണ്. 4 വാക്കല്ല 2 വാക്ക് പറയാറുണ്ട്. കാരണം ജാസി വീണ്ടും വീണ്ടും കേരളത്തിലുള്ളവരിനെ ഇന്ത്യക്കാരനെ മൊത്തം തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആള്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്തു എന്നും പറഞ്ഞിട്ട് വലിയ ഇതിൽ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയി കിടന്നിട്ട് മനസ്സിലായില്ലേ. അപ്പോൾ കുറേ പെൺവേഷം കെട്ടുമ്പോഴൊക്കെ ആള് ഭംഗിയൊക്കെ ഉണ്ട് കാണാനായിട്ട്, കുഴപ്പമൊന്നുമില്ല, നല്ല തന്നെയാണ്. അവനവൻ്റെ ഇഷ്ടമാണ് ജീവിക്കാൻ. നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കാം. പക്ഷെ അത് നമ്മുടെ നാട്ടിലാണ് കൂടുതൽ ജീവിക്കുന്നത്. മറ്റേ മറു കൺട്രിയിലൊന്നും പോയി പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ ഇഷ്ടപ്രകാരം ഒന്നും ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ജാസി പറയുന്നത് മൊത്തം കള്ളത്തരമാണ്. ഇപ്പോൾ ജാസിനെ പറ്റിയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആൾക്കാർ പറയുന്നത് അത് അവനവൻ്റെ ഇഷ്ടമല്ല, എന്തിനാ നിങ്ങൾ കാണിക്കുന്നത്, അല്ലെങ്കിൽ അവനവൻ്റെ ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. ആൾ വീണ്ടും 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 കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിലേക്ക് കള്ളത്തരം പറഞ്ഞിട്ട്. ഓപ്പറേഷൻ ചെയ്തു, എല്ലാവരും ജാസി പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യില്ല എന്ന് പറഞ്ഞു, ഞാൻ ഓപ്പറേഷൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ജാസി ഇങ്ങനെ ഓരോ നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായത്. അപ്പം ഞാനിപ്പോൾ ഒരു വീഡിയോ കാണാനിടയിൽ, ജാസി ഓപ്പറേഷൻ ചെയ്ത വീഡിയോ ഞാൻ കാണാനിടയിൽ, അത് ഇന്നലെയാണ് ഞാൻ കണ്ടത്, മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ആ വീഡിയോ ഇടുകയും ചെയ്തു, ജാസി ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട്, മനസ്സിലായില്ലേ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ജാസി ഓപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഓപ്പറേഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ജാസി കാണിക്കുന്നത് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ജാസി കണ്ടോ, നോക്ക്, ജാസി ഓപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ല. ഇത് നോക്കണേ, ജാസിൻ്റെ കള്ളത്തരം പൊട്ടുന്നത് നോക്കിക്കോട്ടോ. ജാസിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചെയ്ത വീഡിയോകളിലൊക്കെ ഒരു 10% വരുന്ന ആളുകൾ കമന്റ് ചെയ്ത് കണ്ടു, നിങ്ങൾ എന്തിനാണ് അവരുടെയൊക്കെ ജീവിതത്തിൽ ഇടപെടുന്നത്, അവരുടെ വ്യക്തി ജീവിതമല്ലേ അത്, നിങ്ങൾക്ക് അവരെ വെച്ച് റീച്ച് കൂട്ടാനാണോ നിങ്ങളുടെ പരിപാടി, അവർ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ എന്നൊക്കെയുള്ള കമന്റുകളാണ് വരുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവരുടെ വ്യക്തിപരമായ ജീവിതം അവർ തുറന്നു കാട്ടുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ്. അതും വളരെ പബ്ലിക്കായിട്ട് തന്നെയല്ലേ അവർ പറയുന്നത്. അപ്പൊ പബ്ലിക്കായിട്ട് പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ള സോഷ്യൽ കമ്മിറ്റഡ് ആണ് എന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയുക തന്നെ ചെയ്യും. യാതൊരു തർക്കവും ഇതിനകത്തില്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അവരുടെ വീഡിയോ കാണുന്ന നമ്മളെ എല്ലാവരെയും അവർ പറ്റിക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം. എന്നാൽ സത്യം അതാണ്. ഞാൻ റെനെ മെഡിസിറ്റിയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോൺ കോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ വെക്കാം. എന്റെ പേര് ബൈജു എന്നാണേ. മാഡം ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചാണ്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ജാസി എന്ന് പറയുന്ന ഒരു ആളില്ലേ, ശരിക്കും എന്തായിരുന്നു അത്, ഓപ്പറേഷൻ ആയിരുന്നു എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നേ. ബോട്ടം സർജറി ഇല്ല അല്ലേ? ഞാൻ ഈ വിളിച്ച സ്റ്റാഫിനോട് ബോട്ടം സർജറിയെ കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. ജാസിയായി ബന്ധപ്പെട്ട് അവിടെ എന്തെങ്കിലും സർജറി നടന്നിട്ടുണ്ടോ, ആ വിഷയങ്ങളെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ ഞാൻ ചോദിക്കാതെ തന്നെ വളരെ കൃത്യമായി അവർ എനിക്ക് മറുപടി തരികയാണ്, ഇവിടെ ബോട്ടം സർജറി എന്ന് പറഞ്ഞൊരു സംവിധാനം ഇല്ല എന്ന്. നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിൽ മൊത്തം ചർച്ചാ വിഷയം ജാസിയുടെ കുറിച്ചാണ്. ഇനി ജാസി വന്നെടുത്ത വീഡിയോയിൽ എന്താണെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ബോട്ടം സർജറിയാ കഴിഞ്ഞെന്ന്, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇന്ന സർജറിയാ കഴിഞ്ഞെന്ന്, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്റെ ഗർഭമാണ് നടക്കുന്നതെന്ന്. ഇതൊക്കെ വേണമെങ്കിൽ ജാസി വന്ന് പറയും. പക്ഷേ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജാസി ഓരോ മൊമെന്റിലും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ അവനെ വിശ്വസിക്കുന്ന, അവനെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ അവന്റെ വാർത്തകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരെയും ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് അവൻ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് എന്തായാലും ബോട്ടം സർജറി ജാസി ചെയ്തിട്ടില്ല. ജാസി ചെയ്തത് ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ ആണ്. അത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഒഴിവാക്കാം. അതൊരിക്കലും ജാസി പറഞ്ഞ പൂർണ്ണമായൊരു സ്ത്രീയിലേക്കുള്ള മാറ്റമല്ല. ഒന്ന്, ജാസി എന്ന് പറയുന്ന പുരുഷന് ഗർഭപാത്രമില്ല. 2, വജൈനൽ ട്രീറ്റ്മെന്റ്സ് ഒന്നും ജാസി എടുത്തിട്ടില്ല. 3, ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ ആണ് ജാസി ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ വീഡിയോ എൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ജാസിയുടെ വീഡിയോ വെച്ച് നീ ഒരുപാട് റീച്ച് ഉണ്ടാക്കിയില്ലേ എന്ന് പറയുന്നവരോട് കൂടിയാണ് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ ഇപ്പൊ തന്നെ ഈ പ്രൊഫൈൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഞാൻ ഒരു വീഡിയോയിൽ അങ്ങനെ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ ഈ വീഡിയോ എനിക്ക് പറയാൻ തോന്നുന്നു, മറക്കരുത്, ഇപ്പൊ തന്നെ ഫോളോ ചെയ്തോളൂ. അപ്പൊ ജാസിന്റെ കാര്യങ്ങൾ മനസ്സിലായില്ലേ. ജാസി നമ്മളുടെ അടുത്ത് എല്ലാം പച്ച കള്ളം മാത്രമാണ് പറയണെന്നുള്ളത്. ജാസി കുറേ സാരി ഉടുത്ത് ചുരിദാർ ഇട്ട് ആടിക്കുഴഞ്ഞിങ്ങനെ ഇങ്ങനെ വരുമ്പോൾ എവിടെ നിന്നാണ് അയാൾക്ക് ഗർഭപാത്രം? ഇത് സ്റ്റീൽ പാത്രമല്ല, ഗർഭപാത്രമാണ്. കുട്ടി കിടക്കണം 9 മാസവും 10 ദിവസവും എത്ര മണിക്കൂറും നമ്മുടെ ഗർഭപാത്രത്തിൽ, എന്നാലേ പ്രസവിക്കാൻ പറ്റത്തുള്ളൂ. ഇവ എവിടെ കൊണ്ട് പ്രസവിക്കും? ദത്തെടുക്കുകയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയാലോ അവനെ സിമ്പിളായിട്ട്, ഞാൻ ദത്തെടുക്കാൻ പോവുകയാണെന്നുള്ളത്. എന്തിനാ പിന്നെ ഞാൻ ഗർഭിണിയാണ് റിലി 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 എന്നൊക്കെ പറഞ്ഞിട്ട് ഉടായ്പും പറഞ്ഞിട്ട് നടക്കണത്? നാണോ ഇല്ലേ ഇവന്? വീണ്ടും ചോദിക്കണം, നാണോ ഇല്ലേ ഇവന്? ആണായിട്ട് തന്നെ ജീവിച്ചൂടെ?
എന്തിനാ ഈ വേഷം കെട്ടിയിട്ട് ഇങ്ങനെ ആണും പെണ്ണും കെട്ട വേഷത്തിൽ നടക്കണ നാണോ മാനോ ഒന്നുമില്ല. കഷ്ട. അപ്പം ശരി.